ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിബിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോമഡി കുക്കിലെ എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമാണ് എവിക്ഷൻ. പ്രോഗ്രാം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാട്ടോ, നല്ല രസമാണ്. ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും ഈ ഷോ. പക്ഷേ ഗംഭീര പ്രകടനങ്ങളാണ് ഓരോ കണ്ടസ്റ്റൻസും കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതിൽ എവിക്ഷനാണ്. കഴിഞ്ഞ 4 ആഴ്ച വന്നു, 4ാമത്തെ ആഴ്ചയായിരുന്നു, അവസാന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇതിൽ ഇന്നൊരു എവിക്ഷൻ നടക്കും. ആരായിരിക്കും പുറത്തു പോകുക? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുക്സ് മാത്രമല്ല പൂക്കീസും പുറത്തു പോകും എന്നുള്ളത്. ഇന്ന് ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഇന്ന് കുക്സിലെ ഒരാൾ പുറത്തു പോയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? പേര് പോലെ തന്നെ കുക്ക് കോമഡിയാണ്. കുക്ക് ചെയ്യുക, കോമഡി. നല്ല രസമുള്ളൊരു പ്രോഗ്രാമാണ്. വളരെ ചുരുങ്ങിയ ആഴ്ചകൾ കൊണ്ട് തന്നെ ഒരുപാട് പ്രേക്ഷകരാണ് ഇപ്പോൾ കുക്ക് കോമഡിക്കായിട്ട് ഇപ്പോൾ ശനി ഞായറും ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ടാവുമല്ലോ. കോമഡി കുക്ക് എന്ന് പറയുന്ന പരിപാടി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഷോയിലെ പ്രധാന ഘട്ടം, ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാന ഘട്ടങ്ങളെ കുറിച്ചിട്ടുള്ള ഓരോ വീഡിയോയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുക കേട്ടോ. അപ്പം ഗുരുമന്ത്ര അപ്ഡേറ്റ് എന്നത്തെ പോലെ വീഡിയോയുടെ അവസാനം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ വീഡിയോനെ കുറിച്ച് പറയാം. എല്ലാ വീക്കും ഒരു തീം ഉണ്ടാവുമല്ലോ. ഈ വീക്കും ഉണ്ട് ഒരു തീം, മിക്സ് മാച്ച്. അതായത് അലുവയും മത്തിക്കറി എന്നൊക്കെ പറയല്ലേ. അലുവ മത്തിക്കറി നമ്മൾ രസത്തിന് പറയും അലുവയും മത്തിക്കറി പോലെ ഉണ്ട് എന്ന്. പക്ഷേ അത് കഴിച്ചാൽ എങ്ങനെയിരിക്കും അലുവയും മത്തിക്കറിയേ? അതേപോലുള്ളൊരു കോമ്പിനേഷൻ ആണ് ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് കൊടുക്കും, അത് വെച്ചിട്ടൊരു ഫുഡ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ ചിക്കനും കിവിയും സ്ട്രോബെറിയും ബീഫും അങ്ങനെയുള്ള ഐറ്റംസ് ഇത് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമോ? എക്സ്പേർട്ട് ആയിട്ടുള്ളവരൊക്കെ കുക്ക് ചെയ്യായിരിക്കും. പക്ഷെ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഇവർക്കത് കുക്ക് ചെയ്യാതിരിക്കാനോ വേറെ നിവൃത്തിയില്ല. അങ്ങനെ മിക്സ് മാച്ച് തീമോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഗംഭീരമായിട്ട് പോകുന്നു. അവസാനം ചില ട്വിസ്റ്റുകൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. വയ്യാകിയൊക്കെ ഒരാൾക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരാൾ പുറത്തു പോകുന്നുണ്ട്. കോമഡിയും രസകരമായിട്ടുള്ള പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. എപ്പിസോഡിൽ ഇന്ന് വരാൻ പോകുന്നത് വൈകുന്നേരം 9 മണിക്കാണ് ഷോ. ഇന്ന് വൈകുന്നേരം 9 മണിക്കാണ് ഷോ ടെലികാസ്റ്റ് നടക്കുക. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത 2 ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നവർക്ക് ഇത് വെച്ചൊരു കുക്ക് ചെയ്യുക. അശ്വിൻ്റെ കിടിലം പ്രകടനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ് തന്നെ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇതിൽ ഓരോ പൂക്കീസും ഓരോ സിനിമയിലെ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് വരുന്നത്. അശ്വിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ചെയ്ത് അടിപൊളിയാക്കി നമ്മുടെ എല്ലാ മനസ്സിലും ഇന്നും അപ്പോൾ എങ്ങനെയായിരുന്നു ഇതേപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന സരോജ് കുമാർ ആയിട്ടായിരുന്നു അശ്വിൻ എത്തിയിരുന്നത്. ഗംഭീരമായി ആ ഒരു ക്യാരക്ടർ വൃത്തികേടാക്കിയില്ല, ഗംഭീരമായിട്ട് തന്നെ ചെയ്തു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. തുടക്കം തന്നെ അശ്വിൻ്റെ കിടിലം പ്രകടനമായിരുന്നു ജിസേലുമായിട്ട്. ജിസേലിന് നവരസങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഭയം, ശൃംഗാരം, കരുണ, ഭ്രാന്തോ അങ്ങനെ ഒരു നവരസമൊക്കെ ഉണ്ടോ? നവരസത്തിൽ ഭ്രാന്ത് എന്ന് പറയുന്ന ഇതൊക്കെ ഉണ്ടോ? എന്തായാലും അത് പുതിയതായിട്ട് അശ്വിൻ ഇറക്കിയതായിരിക്കും. പക്ഷെ അത് ജിസേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ജിസേൽ ഓടി വന്നിട്ട് നമ്മുടെ കണ്ടന്റ് റാണി ഉണ്ടല്ലോ, മറ്റൊരാൾ അനുമോള് വിളിച്ചിട്ട് അനുമോളി വന്നേ, നിന്റെ സ്വഭാവം നോക്കട്ടെ, എന്തോ അനുമോൾക്ക്. അങ്ങനെ ജിസയിലും ചെറുതായിട്ടൊക്കെ തങ്കടിക്കാൻ തുടങ്ങി. ടാസ്ക് തുടങ്ങാൻ പോവാണ്, ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് ജഡ്ജസ് പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. അവസാന ദിവസമാണ്, അതായത് എലിമിനേഷൻ വീക്കാണ്. ഒരാൾ എന്തായാലും പുറത്തേക്ക് പോകും, അത് ആര് വേണമെങ്കിലും ആകാം. ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഇരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വിധി എന്ന് പറയുന്നത്. 1.5 മണിക്കൂർ മാത്രമായിരിക്കും ടൈം ഉണ്ടാവുക. ഇൻഗ്രീഡിയൻസ് ഓരോന്ന് ടേബിൾ വെച്ചിട്ടുണ്ട്. പൂക്കീസ് ഓരോരുത്തർ പോയിട്ട് അത് എടുക്കുന്നു. അതിലുള്ള ഐറ്റംസ് കാണാനായിട്ട് എല്ലാവരെ പോലെ ആകാംക്ഷപൂർവ്വം പൂക്കീസും കുക്കും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഗൈസ് തുടക്കം അൻസിബയാണ്. അൻസിബക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റമാണ് അവക്കാഡോവും ചിക്കനും. അവക്കാഡോവും ചിക്കനും വെച്ച് എന്ത് ചെയ്യും? അതെ, അവരുണ്ടാക്കണം. അടുത്ത ഐറ്റമാണ്. അടുത്തത് സുചിത്രയും മീനാക്ഷിയും കോംബോ എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ. ഈ പെയേഴ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മീനാക്ഷിക്കും സുചിത്രക്കും കിട്ടിയത് പനീറും കിവിയും. അനുമോൾക്കും സുബിനും കിട്ടിയത് സ്ട്രോബെറിയും മട്ടനും. ശബരീഷിനും എവിനും കിട്ടിയിരിക്കുന്നത് ബീഫും പാവയ്ക്കയും. സന്ധ്യാമുക്കും നെവിനും കിട്ടിയിരിക്കുന്നത് ബീഫും പാവയ്ക്ക. പിന്നെ മഹിക്കും കെവിനും കിട്ടിയിരിക്കുന്നത് സ്ട്രോബെറിയും മട്ടനും മട്ടൻ കറിയും. സാബു ചേട്ടനും ശ്രീവിദ്യയ്ക്കും കിട്ടിയിരിക്കുന്നത് കിവിയും പനീറും. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ഐറ്റംസ്. ഇതിൽ എന്താണ് സിമിലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? അതായത് 2 പെയേഴ്സിന് 2 ഒരേപോലത്തുള്ള ഇൻഗ്രീഡിയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലാണ് മത്സരം നടക്കാൻ പോകുന്നത്.
ഇവർ തമ്മിലാണ് ഫേസ് ടു ഫേസ് മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതായത് ഫേസ് ടു ഫേസ് എലിമിനേഷൻ റൗണ്ട്. ഇവർക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കിഡിലായിട്ട് ഫുഡ് ഉണ്ടാക്കുക. ജഡ്ജസുമാരെ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും. ഇതിൽ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർ എലിമിനേഷൻ റൗണ്ടിലേക്ക് പോകും. അതിൽ നിന്നും ഏറ്റവും മോശമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ആരാണോ അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാത്തത്, ഇങ്ങനെയുള്ള ഐറ്റംസ് വെച്ച് എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് വേറൊരു കാര്യം. ഒരു എന്താ പറയുക, അലുവയും മത്തിക്കാനും കറക്റ്റ് കോമ്പിനേഷനാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെയുള്ള ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഭയങ്കര രുചിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. പക്ഷേ ഇവർ മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ. ഇവർ നന്നായിട്ട് തന്നെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുമായിരുന്നു. രസകരമായിട്ട് ഉണ്ടാക്കി കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതിൽ ഉള്ളതിൽ ഏറ്റവും കുറവ് എന്ന് തോന്നിയ ഒരാളാണ് പുറത്തു പോയിരിക്കുന്നത്. ഇന്നലെ അഡ്വാൻറ്റേജ് ടാസ്ക് വിൻ ചെയ്തത് സുചിത്രയും മീനാക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി കിട്ടുമല്ലോ. ആ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഐറ്റംസ് ഇല്ലേ, ഫേസ് ടു ഫേസ് കോമ്പറ്റീഷൻ നടക്കുന്ന ആ പെയേഴ്സിന് ഇവർക്ക് വേണമെങ്കിൽ മാറ്റാം. ബുദ്ധിപൂർവ്വം ഇവർക്കതൊന്ന് ആലോചിച്ചെടുക്കാം. ഇപ്പോൾ അവയ്ക്കിടയും ചിക്കനും കിട്ടിയിരിക്കുന്നത് അൻസിബയ്ക്കും അശ്വിനും, അതുപോലെ തന്നെ ജിയോ മച്ചാനും നെവിനും ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലാണ് കോമ്പറ്റീഷൻ ഇന്ന് നടക്കുന്നത്. പിന്നെ പനീറും കിവിയും കിട്ടിയിരിക്കുന്നത് സുചിത്രയ്ക്കും മീനാക്ഷിക്കും സാബു ചേട്ടനും ശ്രീവിദ്യയ്ക്കും. അപ്പോൾ ഇവർ തമ്മിലാണ് ഒരു മത്സരം നടക്കുന്നത്. ബീഫും പാവയ്ക്കയും കിട്ടിയിരിക്കുന്നത് എവിനും, അതുപോലെ തന്നെ സന്ധ്യാമ്മക്കും ഡെയിനുമാണ് കിട്ടിയിരിക്കുന്നത്. സ്ട്രോബെറിയും മട്ടനും കിട്ടിയിരിക്കുന്നത് മഹിക്കും കെവിനും, പിന്നെ അനുമോൾക്കും സുബിനുമാണ് ഇത് കിട്ടിയിരിക്കുന്നത്. മട്ടനും സ്ട്രോബെറിയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലായിരിക്കും കോമ്പറ്റീഷൻ നടക്കുക. എന്നാൽ സുചിത്ര അഡ്വാൻറ്റേജ് ടാസ്ക് വിൻ ചെയ്തത് കൊണ്ട് തന്നെ സുചിത്രക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സുചിത്രക്ക് വേണമെങ്കിൽ ഇതിൽ സ്വാപ്പ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ മാറ്റാം, അല്ലെങ്കിൽ തൻ്റെ ഇൻഗ്രീഡിയൻറ്റ് മാറ്റാം. അതായത് സുചിത്രക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താ, കിവിയും പനീറുമാണ്. അപ്പോൾ കിവിയും പനീറും വെച്ച് ഒന്നും ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം, സുചിത്രയ്ക്ക് ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സുചിത്ര എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. ഇങ്ങനെ ഒരു കൊടുക്കുമ്പോൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യണം. സുചിത്ര അതിങ്ങനെ ആലോചിച്ചിട്ട്, സുചിത്രയുടെ ഫേസ് ടു ഫേസ് ആരാളുള്ളത്, സാബു ചേട്ടനും ശ്രീവിദ്യയാണ്. സാബു ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ സാബു ചേട്ടനെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു സുചിത്ര ചെയ്ത ആദ്യത്തെ പടി. അതിനുശേഷം സുചിത്ര ചെയ്തത്, ഇതാരാണ് മര്യാദക്ക് കുക്ക് ചെയ്യാത്തത്. അത് ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പുള്ളിക്ക് അങ്ങനെ പുള്ളി ഒന്നാമത്തെ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഈ നോൺ വെജ് ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാക്കാനായിട്ടൊന്നും വലിയ കാര്യത്തിനായിട്ട് അറിയില്ല. അപ്പോൾ പുള്ളിക്ക് ഈ ഐറ്റം കൊടുത്തു, പനീറും കിവിയും കൊടുത്തു. ശബരീഷിനും എവനും കിട്ടിയിരിക്കുന്നത് ബീഫും പാവയ്ക്കയാണ്. ആ ബീഫും പാവയ്ക്കയും സാബു ചേട്ടനെ കൊടുത്തിട്ട് സാബു ചേട്ടൻ്റെ പനീറും കിവിയും ശബരീഷിന് കൊടുത്തു. എന്തൊരു ബുദ്ധിപൂർവ്വമുള്ള ഒരു കളിയല്ലേ. അങ്ങനെ ബുദ്ധിപൂർവ്വം കളിച്ച് സുചിത്ര ആ ഒരു ടാസ്ക് ഗംഭീരമായി ആലോചിച്ച് കളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹിൻഡ്രൻസ് ടൈമാണ് അറിയാലോ. ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ പോകുമ്പോൾ അവിടെ ജിസേൽ കാത്തിരിക്കുന്നുണ്ട് പണി തരാനായിട്ട്. അപ്പോൾ സാധാരണ പോകുന്ന പോലെയല്ല, ബോളുണ്ട്. ആ ബോളിൻ്റെ മുകളിൽ ഇതുപോലെ ഞാൻ പിക്ചറൊക്കെ ഇതുപോലെ ഇരുന്ന് ചാടി 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 വേണം അവിടെ പോവാൻ. അവിടെ പോയി ഇരുന്ന് തന്നെ സംഭവങ്ങളൊക്കെ എടുക്കണം. അതെടുത്ത് ചാടി ചാടി തന്നെ വേണം വരാനായിട്ട്. അതൊക്കെ രസകരമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ ബോളിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ പനിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡെയിനും കെവിനും അശ്വിനൊക്കെ പനിഷ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി. അയ്യോ, ഡെയിന് കിട്ടിയവരുടെ പനിഷ്മെൻറ്റ് എന്താണെന്നറിയോ, ഭാവനയെ ചിരിപ്പിക്കാൻ. എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭാവനയെ ചിരിപ്പിക്കാൻ. എന്ത് സിമ്പിളായിട്ടുള്ളൊരു പനിഷ്മെൻറ്റ്. കുക്ക് ചെയ്യുന്നവരും പോക്കീസും ബോൾ ബാക്ക് ടു ബാക്ക് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത ഹിൻഡ്രൻസ്. ഇതിൻ്റെ ഇടയിൽ അനുമോളും ജിസയിലും തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. അനുമോള് സ്റ്റോർ റൂമിലേക്ക് ഇൻഗ്രീഡിയൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ആ സമയത്ത് ജിസയിൽ പറയുന്നുണ്ട്, നിനക്ക് പനിഷ്മെൻ്റ് ഉണ്ട്, ഞാൻ പറയുന്ന ടാസ്ക് നീ ചെയ്യണം, എന്നാലേ തരുള്ളൂ, നീ എനിക്കൊരു ഉമ്മ താ എന്നപ്പോൾ. അപ്പോൾ അനുമോള് ജിസേലിന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു രസകരമായിട്ടുള്ള ഒരു രസം എന്തായാലും ബിഗ് ബോസിലെ ഉമ്മ പ്രശ്നം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ടോ ജിസേലെ? എന്തായാലും അത് മുള്ളിനെ കൊണ്ട് മുള്ള് കൊണ്ട് എടുക്കാന്ന് പറഞ്ഞ പോലെ അനുമോളെ കൊണ്ട് തന്നെ ഉമ്മയൊക്കെ കൊടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത പടി വരുന്നത്, പൂക്കീസ് കുക്ക് ചെയ്യണം. ഇതൊരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഓരോ സെയിം ഐറ്റംസ് ഉണ്ടാകുന്ന ഫേസ് ടു ഫേസ് മത്സരിക്കുന്നവരുണ്ടല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാനും കൊളാക്കാനൊക്കെ ശ്രമിക്കും, ഡെഫിനറ്റ്ലി ശ്രമിക്കും.
സന്ധ്യാമ്മയുടെ ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പോയപ്പോൾ എനിക്ക് തോന്നുന്നു മീനാക്ഷിയാന്ന് തോന്നുന്നു. മീനാക്ഷിയുടെ പിന്നാലെ തന്നെ സന്ധ്യാമ്മ ഓടിയിട്ട് കിതപ്പ് വന്ന് ശ്വാസം മുട്ട് വന്ന് കുറച്ച് നേരം അതിൻ്റെ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ആ സമയത്ത് സന്ധ്യാമ്മ അവിടെ വിഷമിച്ച് ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റാണ്ട് അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹിയും അനുമോളും കൂടി അവിടെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കുക്ക് ചെയ്യുന്ന അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഈ ക്യാമറ ഇങ്ങനെ, കാരണം ഇപ്പുറത്ത് ഒരാളിങ്ങനെ ശ്വാസം വലിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അപ്പുറത്ത് ഇവരതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ക്യാമറ അങ്ങനെ അതാന്ന് തോന്നുന്നു അവരത് ക്യാമറ അത് ഹൈലൈറ്റ് ചെയ്ത് ആ ടൈമിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് സന്ധ്യാമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ പേര് ചുറ്റും നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ മാറി നിന്ന് ഇവർ ചെയ്യുന്നത് അതാണ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നത്. അവരെ ട്വിസ്റ്റ് അടിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല, എന്തോ അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരാൾക്കൊരു വയ്യായ്ക വരുമ്പോൾ നമ്മൾ അവരെ കെയർ ചെയ്യണം, ശരിയാണ്. പക്ഷെ എല്ലാവരും കൂടി ചുറ്റും കൂടി നിന്നിട്ട് ഉള്ള ശ്വാസവും കൂടിയും കളയാതെ കുറച്ചൊന്ന് സ്പേസ് ഒക്കെ കൊടുക്കാം. അങ്ങനെ ഫേസ് ടു ഫേസ് കോമ്പറ്റീഷൻ നടക്കും. അൻസിബയും അശ്വിനും ജിയോ മച്ചാനും നെവിനും തമ്മിലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അവരുടെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അവക്കാഡോയും ചിക്കനുമാണ്. അടിപൊളിയായിട്ട് രണ്ടുപേരും ഉണ്ടാക്കിയിട്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം. എന്നാൽ ഇതിൽ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കിയത് ജിയോ മച്ചാനും നെവിനുമാണ്. അവർ സേഫ് ആയിരിക്കുകയാണ്. പിന്നെ സുചിത്രയും മീനാക്ഷിയും ശബരീഷും എവിനുമാണ്. ഇതിൽ പനീറും കിവിയാണ് ഇവർക്ക് കിട്ടിയ ഇൻഗ്രീഡിയൻറ്റ്. കിടിലായിട്ട് ഇവർ ഉണ്ടാക്കി. ഇതിനകത്ത് റിസൾട്ട് സുചിത്രയ്ക്കും മീനാക്ഷിക്കാണ്. ഒരിക്കലും ഇങ്ങനൊരു ഐറ്റം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പോലും തിരിച്ചറിയില്ലെന്നാണ് പറയുന്നത്. അത്രയും മനോഹരമായിട്ട് അത്രയും നന്നായിട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നു. പിന്നെ അടുത്തത് സാബു, ശ്രീവിദ്യ, പിന്നെ സന്ധ്യാമ്മ, ഡെയിൻ. ഇവർക്ക് ബീഫും പാവയ്ക്കുമാണ് കിട്ടിയിരിക്കുന്നത്. സാബുവും ശ്രീവിദ്യയാണ് സേഫ് ആയിരിക്കുന്നത്. അവർ നന്നായിട്ട് ഉണ്ടാക്കി, അപ്പോൾ അവർ സേഫായി. അടുത്ത അനുമോളും സുബിനും മഹിയും കെവിനുമാണ്. ഇതിൽ മഹിയാണ് അടിച്ച് കയറിയിരുന്നത്. കാരണം എല്ലാ ആഴ്ചയിലും മിക്ക ആഴ്ചയിലും ഇപ്പോൾ 4 ആഴ്ചയിൽ കഴിഞ്ഞ 2 ആഴ്ചത്തോളം വിൻ ചെയ്തത് അനുമോളെയാണ്. ആ അനുമോളെ വിൻ ചെയ്തിട്ട് മഹിയും കെവിനും അടിച്ചിരിക്കുന്നു, ഒന്നാമത് അടിച്ചിരിക്കുന്നു. അവർക്ക് അതും നോൺ വെജിന് ഡിസേർട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. നോൺ വെജിന് ഡിസേർട്ടൊക്കെ ലൈഫിൽ എത്ര പേര് കഴിച്ചിട്ടുണ്ടാവും. എന്തായാലും അതിൻ്റെ റെസിപ്പി മഹിയോട് ചോദിച്ചാൽ അറിയാം. കിടിലുമായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെയാണ് ഷെഫും ഭാവനയൊക്കെ പറയുന്നത്. അങ്ങനെ എലിമിനേഷൻ ഡേഞ്ചറസ് സോണിൽ എത്തിയിരിക്കുന്നത് അൻസിബയും അശ്വിനും ശബരീഷും എവിനും സന്ധ്യാമ്മയും ഡെയിനും അനുമോളും സുബിനുമാണ് ഡേഞ്ചറസ് സോണിൽ. ഇവരിൽ ഒരാൾ പുറത്തു പോകും. ആര് പുറത്തു പോകും? എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായില്ല. ടെൻഷനല്ല, ഡൗട്ടൊന്നും ഉണ്ടായില്ല. ഇന്ന ആളായിരിക്കും എന്ന് എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു. ഞാനത് കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞു, ഇങ്ങനെ പോവുകയാണെങ്കിൽ 4 പേരുണ്ട്, ഈ 4 പേരിൽ ഒരാൾ പുറത്തു പോകുന്നു. ഒന്ന് ഞാൻ അന്ന് പറഞ്ഞത് ജിയോ മച്ചാൻ, മറ്റൊന്ന് ഞാൻ പറഞ്ഞത് എവിൻ, പിന്നെ കെവിൻ, പിന്നെ ശബരീഷ്. ഇവർ 4 പേര് ഒരാൾ പുറത്തു പോകുന്നു ഏതാണ്ട് കഴിഞ്ഞ ആഴ്ചത്തോടു കൂടി ഉറപ്പായൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല. ഇതിലൊരാളാണ് പുറത്തു പോയിരിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കിയ മഹിയും കെവിനും സാബുവും ശ്രീദേവിയും സുചിത്രയും മീനാക്ഷിയും ജിയോ മച്ചാനും നെവിനും ഇവരെല്ലാവരെയും വിളിച്ച് ഇവരിൽ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കിയത് ആരാന്ന് പറയണ്ടേ. അവർക്ക് ഒരു പ്രൈസ് ഉണ്ടല്ലോ, സത്യ കൊടുക്കുന്ന പ്രൈസ്. അതിൽ സുചിത്രയും ജിയോ മച്ചാനും കൂടിയിട്ടാണ് സ്പിൻ ചെയ്തിട്ട് അവർ ഒരു ലാപ്ടോപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അവസാനം 4 കുക്കിനെയും വിളിച്ചു വരുത്തി ഇവരിൽ ഒരാൾ പുറത്തു പോകും. ആരാണ് ഇവരിൽ ഒരാൾ? 1 അനുമോൾ, അൻസിബ, സന്ധ്യാമ്മ. ഇവരെല്ലാവരും പുറത്തു പോകും. അങ്ങനെ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരെല്ലാവരും എവിക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഒരാൾ പുറത്തു പോകും. വളരെ സങ്കടകരമായിട്ടുള്ള നിമിഷമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നാത്തതുകൊണ്ട് തന്നെ വലിയ സങ്കടമൊന്നും തോന്നിയില്ല. അവർ ഭയങ്കര സാഡ് മ്യൂസിക്കൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ വലിയ സാഡൊന്നും തോന്നിയില്ല. അറിയായിരുന്നു പുള്ളിയായിരിക്കും പോകുക. പുള്ളി അത് വാതോർന്നൊന്നും മിണ്ടാറുമില്ല, വലിയ ആക്റ്റീവ് അല്ല. പക്ഷേ നമ്മുടെ വാടാ 2-ൽ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ പാടിയത് പുള്ളിയാണ്. അപ്പോൾ ആ പാട്ടൊക്കെ പാടി എല്ലാവരെയും രസകരമായിട്ട് ആൾ പുറത്തേക്ക് പോയി. അടുത്ത ആഴ്ച ഉണ്ടാവില്ല. ഇതിനകത്ത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ശബരീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഇതുവരെ വന്നിരിക്കുന്ന പൂക്കീസ് 2 പേരാണ്. ഒന്ന് എവിനും മറ്റൊന്ന് കെവിനും. 2 പേരും ഒരു കൂടപ്പിറപ്പുകൾ. അപ്പോൾ ഇവരല്ലാണ്ട് വേറൊരു പൂക്കിയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇത് വാസ്തവം. അപ്പോൾ പുള്ളിയുടെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഗിഫ്റ്റായിട്ട് ഇവർക്ക് കൊടുത്തിട്ടൊക്കെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇനിയുള്ളതിൽ ഒരു പൂക്കീസിന് കോമ്പിനേഷനായിട്ട് ഒരാളില്ല. അപ്പോൾ എന്താ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അതെന്തായിട്ടാണ് വരുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്? പൂക്കീസും എന്തായാലും തീർച്ചയായിട്ടും പുറത്തു പോകും. ഏത് പൂക്കിയാണ് പുറത്തു പോവുക അതെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. ഇനി എവിക്ഷൻ കുറച്ച് കടുപ്പമായിരിക്കും. ഇത് ആദ്യത്തെ എവിക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോയി ഇനി മുന്നോട്ട് പോകുമ്പോൾ 1, 2, 3 അതിലധികമോ പേർ പുറത്തേക്ക് പോകും. അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആ ഒരു ട്രാക്കിലേക്ക് വരുന്നുള്ളൂ.
നമുക്കെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഷോ അത് മറക്കാതെ കാണാം. ഏഷ്യാനെറ്റിൽ ഇന്ന് രാത്രി 9 മണിക്ക് ഒരു 1.5 മണിക്കൂർ ഷോ ഉണ്ട്. രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ് എല്ലാവരും. ഇപ്പോൾ ഈ പറഞ്ഞത് ഈ ഒരു റിസൾട്ട് മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അശ്വിൻ അനുമോളെ വെച്ച് സിനിമ വരെ എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ കണ്ണീർ മഴ സിനിമയുടെ പേര്. അങ്ങനെ അങ്ങനെ അവിടെ ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുക്ക് കോമഡി പേര് പോലെ തന്നെ കിഡിലും ഫുഡ് ഐറ്റംസ്, നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഡിഷ് ഉണ്ടാക്കുക, ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്, അത് ചിക്കനും കിവിയും ബീഫ് സ്ട്രോബെറി എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ വെച്ച് ഫുഡ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരുടെ ടാലൻ്റ് ആട്ടോ. മൊബൈലൊക്കെ നോക്കിയിട്ട് റെസിപ്പി നോക്കിയിട്ടൊക്കെ ആയിരിക്കും. മൊബൈൽ അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. അവർക്ക് ആ ഡ്രോ തുറന്നിട്ടുണ്ടെങ്കിൽ മൊബൈൽ കിട്ടും. അതൊക്കെ നോക്കി റെസിപ്പി നോക്കിയിട്ടൊക്കെ ആയിരിക്കും. എന്തായിക്കോട്ടെ വട്ടവർ അവർ അടിപൊളിയായിട്ട് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് കാണാം. പിന്നെ കോമഡി, അതിൻ്റെ ഇടയിൽ ഒരുപാട് കോമഡി ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവർക്കും കുറച്ച് നേരം വന്ന് ഒരുമിച്ചിരുന്ന് കണ്ട് ചിരിക്കാൻ പറ്റിയ ഒരു അവസരം ആരും മിസ്സാക്കണ്ട. ഇന്ന് വൈകുന്നേരം എപ്പിസോഡ് മസ്റ്റായിട്ട് എല്ലാവരും കാണാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ ഗുരുമന്ത്ര അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ഗുരുമന്ത്രയിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ ഈ ചാനലിൽ ഗുരുമന്ത്രയുടെ അപ്ഡേറ്റ് ഉണ്ടാവുള്ളൂ. പിന്നീട് ഗുരുമന്ത്രയുടെ യൂട്യൂബ് ചാനലിലായിരിക്കും അപ്ഡേറ്റ് ഉണ്ടാവുക. അപ്പോൾ ഗുരുമന്ത്രയുടെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് ആ ചാനലിൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് കമൻ്റായിട്ട് പിൻ ചെയ്തിടാം. അപ്പോൾ അതിൽ കയറിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ 3 കല്ലുകൾ ചേർന്ന ബ്രേസ്ലെറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്നു. ഈ ബ്രേസ്ലെറ്റ് ശരീരത്തിനും മനസ്സിനും ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികളെ അകറ്റാൻ നമ്മളെ സഹായിക്കുന്നു. ഒരു സംരക്ഷണം, ഈവിളൈ അതായത് ദൃഷ്ടിദോഷം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ടൈഗർ ഐ ധരിക്കുന്നത് മൂലം നമുക്ക് വല്ലാത്തൊരു ധൈര്യമാണ് വരുന്നത്. ഫോക്കസ് കൂട്ടാനും ധനം നമ്മളിലേക്ക് ആകർഷിക്കാനും ഹെമറ്റൈറ്റിസ് സ്റ്റോൺ ഇതിലുണ്ട്. ബ്ലാക്ക് ഓബ്സിഡിയൻ ശരീരത്തിനും മനസ്സിനും ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതായത് ദോഷകരമായിട്ടുള്ള ആളുകളിൽ നിന്നോ അവസ്ഥയിൽ നിന്നോ നമ്മളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആത്മവിശ്വാസം കൂട്ടി നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി അത് പോസിറ്റീവ് ചിന്തയാക്കാൻ, ഉൾഭയം, പേടി, ടെൻഷൻ എന്നിവയുള്ളവർക്കൊക്കെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഭയങ്കര പവർഫുൾ ആയിരിക്കും. നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളെക്കാതെ ഈ സ്റ്റോണിൻ്റെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യും. മണി മാഗ്നറ്റ് ഗുരുമന്ത്രയിലെ മോസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റാണ്. പണം, സക്സസ്, ഓപ്പർച്യൂണിറ്റി ആകർഷിക്കുന്ന ഒരു ക്രിസ്റ്റൽസ് കോമ്പിനേഷനാണ് ഈ ബ്രേസ്ലെറ്റിലുള്ളത്. ഇതിൽ സിട്രിൻ, പൈറേറ്റ്, ഗ്രീൻ അവഞ്ചർ, ടൈഗ്രൈ വെൽത്ത് അട്രാക്റ്റ് ചെയ്യാനും പണം, ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ആകർഷിച്ച് വരുന്ന കുറച്ച് സ്റ്റോൺസ് ആണ്. ബിസിനസ് ഗ്രോത്ത്, കരിയർ ഗ്രോത്ത്, എന്ത് സക്സസിനും നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചാൽ മതി. വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. ഡിസിഷൻ മേക്ക് ചെയ്യാനും ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നു. ഒരു പോസിറ്റീവ് എനർജി, അതായത് നെഗറ്റീവ് വൈബ്സ് നീക്കി പോസിറ്റീവ് ആക്കുന്നു. ലക്ക്, സക്സസ്, ഭാഗ്യവും വിജയവും വർദ്ധിപ്പിക്കുന്ന സ്റ്റോൺ. സിട്രൻ എന്ന് വെച്ചാൽ മണിയും സക്സസും. പൈറേറ്റ് വെൽത്തും പ്രൊട്ടക്ഷനും. ഗ്രീൻ അവഞ്ചർ ലക്കും ഓപ്പർച്യൂണിറ്റീസും. ടൈഗർ ഐ കോൺഫിഡൻസും ആക്ഷനും. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ബ്രേസ്ലെറ്റിൽ കിട്ടിയാലോ മണി മൈൻഡ് സെറ്റ് പ്ലസ് സക്സസ് എനർജി പ്ലസ് കോൺഫിഡൻസ് നൽകും. ഇത് ഞാൻ കൂടുതൽ ബിസിനസ്സുകാർക്കും വർക്ക് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം അവരാണല്ലോ പണം ഉണ്ടാക്കി നമ്മളിലേക്ക് കൊണ്ടു തരുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നവർ ഇത് ധരിക്കുക. ഇതാണ് എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ്. നമ്മുടെ കുഞ്ഞു മക്കൾ മുതൽ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന വലിയ മക്കൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ്. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ബ്രേസ്ലെറ്റ് ധരിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു. പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത നേടാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും പഠിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാനും സഹായിക്കുന്നു. മനഃശക്തി ലഭിക്കാൻ, ടെൻഷൻ, ആശങ്ക കുറയ്ക്കാൻ സഹായിക്കുന്ന സ്റ്റോൺസ് ആണ് ഇതിലുള്ളത്. ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് പരീക്ഷകൾക്കും പഠനത്തിനും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു പോസിറ്റീവ് എനർജിയും നല്ല ചിന്തയും നല്ല എനർജിയും വർദ്ധിപ്പിക്കുന്ന അത്തരം എനർജി ഉള്ള കോമ്പിനേഷൻസ് ഉള്ള സ്റ്റോൺസ് ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ കോളേജിൽ പഠിക്കുന്ന വലിയ കുട്ടികൾ വരെ ഇത് വാങ്ങിച്ച് ധാരാളം ധരിക്കുന്നുണ്ട്. പിന്നെ ചില പാരൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഇത് കുട്ടികൾക്ക് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. അതെ, മിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രേസ്ലെറ്റ് ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് കുട്ടികളുടെ ബാഗിൽ വെച്ച് കൊടുക്കാം. സ്കൂളിൽ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാതെ, പിന്നെ പുറത്തോട്ടൊക്കെ നിങ്ങൾ ഷോപ്പിങ്ങിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് പോവില്ലേ, മറ്റുള്ള ദൃഷ്ടിദോഷങ്ങൾ നമ്മുടെ കുഞ്ഞിനേക്കാതിരിക്കാൻ ഇതിൽ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ഉണ്ട്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുട്ടികളെ കാമാക്കി വെക്കാനും ഏകാഗ്രത, അതായത് പഠിക്കുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനായിട്ട്, അതായത് ഒരു ശ്രദ്ധ വേണ്ടേ, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തായിരിക്കും കുട്ടികൾക്ക് പല കാര്യത്തിലും ശ്രദ്ധ ഉണ്ടാവുക. എന്നാൽ അതെല്ലാം മാറ്റി പഠിക്കുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കാനായിട്ട് പറ്റുന്ന എനർജി ഈ സ്റ്റോണിനുണ്ട്.
ഇനി ഗുരുമന്ത്രയിലേക്ക് വരുന്ന ഓരോ ഓർഡറുകളും എങ്ങനെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന വരെയുള്ള പ്രോസസ്സ് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. നിങ്ങൾ വാട്സപ്പിലൂടെ ഓർഡർ ചെയ്യുമ്പോൾ അടുത്ത പ്രോസസ്സാണ് ഒരു സ്റ്റിക്കി നോട്ടിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ എന്ത് സ്റ്റോണാണോ സെലക്ട് ചെയ്തത്, ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. നിങ്ങളുടെ ജോബ്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യും. എന്നിട്ട് ഇത് ബോക്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ പറയാം. നമ്മളിത് ആദ്യം തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യും. അതായത് എനർജൈസിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതിനൊരു എനർജി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു കൈകളിൽ നിന്നും കൈമാറി വന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ്സ് നമ്മുടെ സ്റ്റോൺസിൽ നിന്നും മാറ്റുന്ന ഒരു പ്രക്രിയ, ഒരു ശുദ്ധീകരണം എന്നാണ് ഇതിനെ വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. നോർമലി മറ്റു പേജുകളിൽ ഇതിനെ എനർജൈസിങ് എന്നാണ് വിളിക്കുന്നത്. കരിങ്ങാലി ബ്രേസ്ലെറ്റും രുദ്രാക്ഷവും നമ്മൾ നെയ്യിലാണ് എനർജൈസ് ചെയ്യുന്നത്. നെയ്യിൽ എനർജൈസ് ചെയ്തതിനു ശേഷം കുറച്ച് ഭസ്മം എടുത്തിട്ട് നല്ലോണം ഒന്ന് റബ്ബ് ചെയ്ത് ഇതിലെല്ലാം എനർജൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വിഭൂതി കൊള്ളിക്കും. ഇതിൻ്റെ ഒരു ശുദ്ധീകരണം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നെഗറ്റീവ് എനർജി എല്ലാം മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് റേക്കി ഹീൽ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു എനർജൈസിങ് നമ്മൾ ചെയ്യും. ഇതിൽ പോസിറ്റിവിറ്റി കൂട്ടും. അതിനുശേഷമാണ് നമ്മൾ റേക്കി എനർജൈസിങ്ങിലേക്ക് പോകുന്നത്. കരിങ്ങാലി ബ്രേസ്ലെറ്റ് നെയ്യിലാണെങ്കിൽ ഈ സ്റ്റോൺസ് നമ്മൾ നെഗറ്റീവ് എനർജി കളയുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ. ഉപ്പുവെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിരാവിലെ റേക്കി ഹീലിംഗിലേക്ക് പോകും. ശുദ്ധീകരണം കഴിഞ്ഞ് എനർജൈസിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾ ഇതുപോലെ ബോക്സിലാക്കി നിങ്ങളുടെ പേരും ആവശ്യവും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിരാവിലെയാണ് റേക്കി ഹീൽ ചെയ്യുന്നത്. ആ ഒരു പ്രക്രിയയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഓരോരുത്തരുടെയും എടുത്തതിന് ശേഷം നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന കരിങ്ങാലി ബ്രേസ്ലെറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെക്കുന്നുണ്ട്. അതിലും എനർജൈസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് സിമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പാക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. പാക്ക് ചെയ്യുന്ന സമയത്തും ഒരുപാട് ഓർഡേഴ്സ് ഒരു വീട്ടിൽ തന്നെ ഒരുപാട് പേർക്കുള്ളത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പേര് മാറിപ്പോവരുത്. ആരുടെ പേരിലാണോ ചെയ്തിരിക്കുന്നത് അവർ തന്നെ മസ്റ്റായിട്ടും അത് ഉപയോഗിക്കണം, മാറിപ്പോവാതിരിക്കാൻ. ഓരോരോ ധരിക്കേണ്ട ആൾക്കാരുടെ പേര് വെച്ചിട്ടാണ് എഴുതി നോട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലിപ്പ് കളയില്ല. ബോക്സിൻ്റെ പിന്നിൽ നമ്മളത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കാണും. പാക്കിംഗ് കവറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന സമയത്താണ് ഞാൻ ഈ ഒരു സ്റ്റിക്ക് എടുത്ത് മാറ്റുന്നത്. അതുവരെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതായത് നിങ്ങൾ ഓർഡർ തരുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ പേരിൽ തന്നെ ചെയ്തത് പാക്കിംഗ് കവറിലേക്ക് എത്തുന്നവരെ ആ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് മാറിപ്പോവാതിരിക്കാനും നിങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എല്ലാ ശുദ്ധിയോടുകൂടി എത്താൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ടൈം എടുത്ത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ ബാർകോഡൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കുന്നത്. അതുവരെ ഈ യെല്ലോ കളർ നിങ്ങൾ കാണുന്നത് ഞാൻ നിങ്ങളുടെ പേരിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റും മറ്റു പേജിലും തുടങ്ങാത്തത്. കാരണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത്രത്തോളം ശുദ്ധിയോട് കൂടിയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് കഴിയില്ല. എല്ലാ ശുദ്ധിയോട് കൂടിയിട്ട് വേണം നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്താനായിട്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെല്ലാം പോകാനുള്ള പ്രോഡക്റ്റുകളാണ്. ഇനി കൊറിയർ ബോയ് വന്ന് ഇതെല്ലാം കൊണ്ടുപോകും. പിന്നെ സേഫായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഇതെത്തും. ഇതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ആ സ്ലിപ്പ് എന്ത് ചെയ്യുമെന്നാണ്. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഓരോ സ്ലിപ്പും ഓരോരുത്തരുടെ ആഗ്രഹമാണ്, അവരുടെ പ്രതീക്ഷയാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇത് വിഷ് ബോക്സിൽ വെക്കും. ഒരാഴ്ച ഈ വിഷ് ബോക്സിൽ വെച്ച് റേക്കി സിമ്പിൾസ്, മണി അട്രാക്ഷനുള്ളതും അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാനോ അവർക്ക് എനർജി കൊടുക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് എല്ലാം വെച്ച് വിഷ് ബോക്സിൽ വെച്ചിട്ട് അത് പ്രാർത്ഥിക്കും. 7 ദിവസം അത് അവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം യൂണിവേഴ്സിലേക്ക് കൊടുക്കും. യൂണിവേഴ്സിലേക്ക് എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ നമുക്ക് കത്തിച്ച് കളയാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഒഴുക്കാം. ഞാനിവിടെ ചെയ്യാറ് അത് കത്തിച്ച് കളഞ്ഞതിന് ശേഷം അത് പറപ്പിച്ച് കളയും. യൂണിവേഴ്സിലേക്ക് അത് കൊടുക്കും. യൂണിവേഴ്സിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആഗ്രഹ സഫലീകരണം എന്ന് പൂർത്തിയാകുന്നത് അത്തരത്തിലാണെന്നാണ് വിശ്വാസം. ആദ്യത്തെ കുറച്ച് പേരുടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റേക്കി ബോക്സിലേക്ക് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യും. പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ടുള്ള ഇതേപോലെ വീണ്ടും നമ്മൾ വിഷ് ബോക്സിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രെയർ ചെയ്യും. അത് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കും. ഇതാണ് ഗുരുമന്ത്രയിൽ ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് ടൈമും വേണം. ഗുരുമന്ത്രയെ വിശ്വസിച്ച് വരുന്ന ഓരോ കസ്റ്റമറും നമുക്കത്ര വാല്യുബിൾ ആണ്. ചതിച്ചോ വഞ്ചിച്ചോ പറ്റിച്ചോ അല്ല, ഹാർഡ് വർക്ക് ചെയ്താണ് ഗുരുമന്ത്രയെ ഇത്രയ്ക്ക് എത്തിച്ചത്.